മാവേലിക്കരയിൽ ജനിച്ച് അവിടെ നിന്ന് അദ്ദേഹം ബോംബെയിൽ പോയി, അവിടുന്ന് ഡൽഹിയിലെത്തി, അവിടെ നിന്ന് അദ്ദേഹം ലണ്ടനിലെത്തുന്നു, പാരീസിലെത്തി, ലോകാന്തര യാത്ര നടത്തി അവസാനം അദ്ദേഹം കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തിരുവനന്തപുരത്ത് താമസിക്കുക എന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നം ചെലവിടേണ്ടത് 10-20 കോളങ്ങൾ ദേശാഭിമാനി പത്രത്തിന്റെ വാരാന്ത്യ പതിപ്പ് എഴുതി. അതിലൊക്കെ ആ വാരാന്ത്യ പതിപ്പിലൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത് ഇന്ത്യയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫാസിസത്തിന്റെയും ഈ മതാധിപത്യത്തിന്റെയും മതരാഷ്ട്രീയത്തിന്റെയും ഒക്കെ വിഷയത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം ഇതിൽ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം ആദ്യകാലത്ത് ഒരു ദേശീയ ബോധത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബോധം ഉൾക്കൊണ്ട് അവബോധം ഉൾക്കൊണ്ടാണ് വന്നെങ്കിലും ആ ആവേശവും ആ ആശയങ്ങളും അദ്ദേഹം അവസാനം വരെ പുലർത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പക്ഷേ മലയാളത്തെ ഇപ്പൊ വി കെ കൃഷ്ണമേനോനെയൊക്കെ പോലെ മലയാളിയുടെ ഒരു ലോക പൗരൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ലോക പൗരനായി തന്നെയാണ് ജീവിച്ചത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പലപ്പോഴും ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രശ്നത്തിൽ സർക്കാരിനെ കൊണ്ടാവുന്നതായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അവർ വേണ്ടത്ര പരിഗണന കൊടുത്തില്ല. ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിന്റെ മക്കളുടെ രണ്ടുപേരും കൂടി എല്ലാ കാർട്ടൂണുകളും സംഭരിച്ചിട്ട് ഡൽഹി, ബാംഗ്ലൂർ, ഇവിടെ കൊച്ചിയിലും അവരൊരു പ്രദർശനം നടത്തി. ഒരുപാട് പൈസ ചെലവഴിക്കുന്ന ഒരു പ്രദർശനമാണ്. അപ്പൊ തിരുവനന്തപുരത്ത് അങ്ങനെ പ്രദർശനം നടത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന്റെ ഭാരിച്ച ചെലവായതുകൊണ്ട് അത് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അപ്പൊ അങ്ങനെ അബുവിനെ വീണ്ടും വായിക്കാനും വീണ്ടും കണ്ടെത്താനുമുള്ള ഒരു സന്ദർഭമാണ് അബുവിന്റെ ഈ 100ാം ജന്മ വർഷം എന്ന് പറയുന്നത്. ഇന്ന് അദ്ദേഹം അദ്ദേഹം യാത്ര പറഞ്ഞതിന്റെ 22ാം വർഷമാണ്. അദ്ദേഹം ഒരു ഡിസംബർ 1-ാം തീയതിയാണ് അദ്ദേഹം നമ്മളോട് ഇവിടെ പറഞ്ഞത്. ആ ഡിസംബർ 21-ാം തീയതി ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെ പറയുമ്പോൾ ഈ ലോക പൗരനെ യാത്രയക്കാൻ 10 പേര് മാത്രമാണ് നമ്മുടെ ശാന്തി കവാടത്തിൽ ഉണ്ടായിരുന്നത്. അതും വളരെ സെക്യുലറായ ചില കവിതകളൊക്കെ വായിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാവരും അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അങ്ങനെ 11 പേര് കൂടിയാണ് അദ്ദേഹം ഈ ലോക പൗരൻ അന്ന് യാത്രയായി. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഞങ്ങൾ സെന്റർ ഫോർ ആർട്ട് ഞങ്ങൾ താല്പര്യപ്പെട്ടു ഇതൊരു വളരെ വിപുലമായി അദ്ദേഹത്തെ അറിയുകയും അദ്ദേഹത്തെ പഠിക്കുകയും ചെയ്യണം. അതിനൊരു എന്താ പറയുക, അതിൻ്റെ ഒരു വാതിലാണ് ഞങ്ങൾ ഇവിടെ തുറന്നത്. ഈ പുസ്തകത്തിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാവരും എഴുതിയിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ, തോമസ് ജേക്കബ്, സക്കറിയ, കെ ഗോവിന്ദൻകുട്ടി, അതുപോലെ കലാവിമർശകനായ സദാനന്ദ മേനോൻ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും, ഈ മാങ്ങാട്ടരത്നാകരൻ തുടങ്ങിയ എല്ലാവരും ഇതിൽ ഈ മെമ്മോറിയൽ എഴുതിയിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിന് ഇത് ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ശ്രീ KN ബാലഗോപാലാണ്. അപ്പൊ ആളുകളോട് ചോദിച്ചു എന്തിനാണ് ഈ ബാലഗോപാലിന്റെ ധനമന്ത്രിയെ കുറിച്ച് ഈ പരിപാടിയാണ് സാംസ്കാരിക മന്ത്രിയെ കുറിച്ച് പോലെ സത്യത്തില് KN ബാലഗോപാലിന്റെ സാമൂഹ്യ ജീവിതം, പൊതുജീവിതം ആരംഭിക്കുന്നത് അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ടാണ്. 12 NS കോളേജില് അദ്ദേഹം പ്രീഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹം അവിടെ ഒരു കാർട്ടൂൺ മാസിക നടത്തിയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കി. അദ്ദേഹം എന്നോട് പറയും. അദ്ദേഹം പുല്ലൂർ SN കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു കാർട്ടൂൺ ക്ലബ്ബ് തന്നെയുണ്ട്. അങ്ങനെ കാർട്ടൂൺ ക്ലബിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചത്. അപ്പൊ അങ്ങനെയുള്ള അതിനുശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം കലോത്സവത്തിന് കുറെ കാർട്ടൂൺ വെച്ച് മാതൃകയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ പറഞ്ഞ പ്രസംഗിക്കുമ്പോഴൊക്കെ ചില വരയൊക്കെ എടുക്കുന്ന കാണാം എന്ന് പല സുഹൃത്തുക്കളോട് പറയട്ടെ. അപ്പൊ അങ്ങനെ ഒരു കാർട്ടൂൺ ജീവിതത്തിൽ നിന്നൂടെയാണ് പൊതുരംഗത്തേക്ക് നമ്മുടെ വളരെ പല ആളുകളും ഈ കാർട്ടൂണിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് എത്തിയവരോട് നമ്മുടെ സാക്ഷാൽ പാൽ ടൈംസ് ഓഫ് ഇന്ത്യയിലെ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. ആ കാർട്ടൂൺ ജീവിതം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് എത്തിയത്. അങ്ങനെ നിരവധി ആളുകൾ ഈ കാർട്ടൂണിലൂടെ പിന്നെ പൊതുരംഗത്ത് കാർട്ടൂണിലൂടെ പത്രപ്രവർത്തന രംഗത്തേക്ക് എഴുതിയുണ്ട്, എഴുത്തുകാരായി മാറിയുണ്ട്. അതൊക്കെ തോമസ് ജേക്കബ് സാറിന്റെ ആ ലേഖനത്തിൽ വളരെ വിശദമായി പറയുന്നത്. അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഉള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ശ്രീ ബാലഗോപാലിനെ സമീപിച്ചതും അദ്ദേഹം ഇത് വരാമെന്ന് പറയുകയും ചെയ്തു. എനിക്ക് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ സരിത ശങ്കർ ചിത്രകാരിയാണ്. ഈ അബുവിന്റെ ചിത്രങ്ങളെ കുറിച്ച് ഒന്നും അബുവിനെ കാണുകയും സംസാരിക്കുകയും ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ അനുസ്മരണ പ്രസംഗം നടത്തുന്ന ശ്രീ MG രാധാകൃഷ്ണൻ, അദ്ദേഹം ഇവിടെ പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തെല്ലാം അബു ഇവിടെ ഉണ്ടായി. തിരുവനന്തപുരത്തെ നിത്യ സാന്നിധ്യമായിരുന്നു. അത് മാത്രമല്ല അബുവിന്റെ ശൈക്ഷണിക ജീവിതത്തെ അബു ഒരു കാർട്ടൂണിസ്റ്റ് മാത്രമല്ല, രാഷ്ട്രീയ ചിന്തകനായിരുന്നു, ഒരു സാമൂഹ്യ ചിന്തകനായിരുന്നു, ഒരു സാമൂഹ്യ വിമർശകനായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ആഴത്തിലും വിശദമായും ശ്രീ MG രാധാകൃഷ്ണൻ സംസാരിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ ശ്രീ TK സുജിത്ത് കേരള കൗമുദിയിലെ കാർട്ടൂണിസ്റ്റാണ്. സുജിത്തിന്റെ വരകൾ രാവിലെ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു കാർട്ടൂൺ തിരുവനന്തപുരത്തെ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാർട്ടൂണിസ്റ്റ് സുജിത്താണ്. അങ്ങനെ സുജിത്തിനെ അങ്ങനെ ഇവരെല്ലാവരും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു
ചില പ്രവർത്തനങ്ങൾക്ക് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ ഉണ്ടാവണം എന്നുണ്ട്. കാരണം വലിയ ഭാരിച്ച ചെലവുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ. ഈ എക്സിബിഷൻ ഒക്കെ നടത്താനുണ്ടോ ധനമന്ത്രി അതിന്റെ അടുത്ത ബഡ്ജറ്റിലൊക്കെ തന്നെ ഉൾപ്പെടുത്തി ഞങ്ങളെ സഹായിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ അദ്ദേഹം പറയും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പറയും, പക്ഷേ എങ്കിൽ പോലും സഹായമൊക്കെ ഞങ്ങൾക്ക് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ധാരാളം പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, പത്രപ്രവർത്തകർ, എഴുത്തുകാർ, അതുപോലെ തന്നെ ഒക്കെ തിരുവനന്തപുരത്തെ എല്ലാ മാധ്യമ പ്രവർത്തകരും, ചാനലുകളും എല്ലാവരും എത്തിച്ചേർന്നിട്ട് എല്ലാവരോടും ഞാൻ നന്ദി വയ്ക്കുന്നു. ഞാൻ ഈ മേയർ പ്രകാശിപ്പിക്കാനായിട്ട് ശ്രീ എൻ ബാലഗോപാലിനെയും ഈ സ്വീകരിക്കാനായിട്ട് സരിത ശങ്കരെയും ക്ഷണിക്കുന്നു. പനങ്ങാട് ഈ വലിയ പുസ്തകം ഏറ്റുവാങ്ങിയ ഈ രംഗവുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട്സ് അല്ലെങ്കിലും ഈ കലാരംഗത്ത് അടുത്ത് ബന്ധമുള്ള ഒരാൾ തന്നെയാണ് ശ്രീ സജിത ശങ്കർ. ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട ശ്രീ എം.ജി. രാധാകൃഷ്ണൻ, ശ്രീ പി.കെ. സുജിത്, സ്വാഗതം ആശംസിച്ച ഈ സംഘടനയുടെ സെക്രട്ടറി ശ്രീ അജിത്, മറ്റ് ഇവിടെ പങ്കെടുക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കേരളത്തിൽ നിന്ന് ലോകമാകെ ഏറെ വർഷക്കാലം വളരെ സജീവമായി കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ, പത്രപ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തന നിലയിലൊക്കെ നിറഞ്ഞു നിന്ന ശ്രീ അബ്ദുൽ ഇബ്രാഹിമിനെ ഓർക്കുന്ന ഏതാനും നല്ല പ്രൗഢഗംഭീരമായ ലേഖനങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥമാണ് ഇവിടെ നമ്മൾ പ്രകാശനം ചെയ്തത്. അദ്ദേഹത്തെ പറ്റി ആദ്യത്തെ ലേഖനത്തിൽ തന്നെ പറയുന്നത് എനിക്കൊരു പുതിയ വിവരമാണ്. ഈ മനോരമയിലെ വളരെ സീനിയറായ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ പിന്നെ തോമസ് ജേക്കബ് സാർ, അദ്ദേഹം വളരെ സീനിയറായ പത്രപ്രവർത്തകൻ എന്നല്ലേ, പക്ഷെ അദ്ദേഹം കാർട്ടൂൺ വരയ്ക്കുന്ന ഒരാളാണെന്ന് ആ ലേഖനം വായിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. കാർട്ടൂൺ വരയ്ക്കാൻ വേണ്ടി ബോംബെയിലേക്ക് വണ്ടി കയറിയ ഇബ്രാഹിമിന് ലേഖകനാകേണ്ടി വന്നു, രാഷ്ട്രീയ ലേഖനായി. അത് വിശദമായ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതുന്ന ആളായിരുന്നു. അതിന് അദ്ദേഹത്തെ പറ്റി എഴുതുന്ന ഈ ലേഖകൻ കാർട്ടൂണിസ്റ്റ് ആവാൻ വേണ്ടി മനോരമ ചെന്നിട്ട് അവിടെ ലേഖകനാകേണ്ടി വന്ന ആളാണ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേയേറെ ഇത്രയേറെ ആളുകൾ കാർട്ടൂൺ വരയ്ക്കുന്നവരായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ലേഖനം വായിച്ചപ്പോഴാണ് എനിക്ക് അറിയാവുന്ന പറയാറുണ്ട്. പക്ഷെ ഇത്രയേറെ ആളുകൾ കാർട്ടൂൺ വരയ്ക്കുന്നവരായിരുന്നു എന്നുള്ളത് ആ ലേഖനം വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാർട്ടൂൺ എന്ന് പറയുന്നത്, കാർട്ടൂൺ വരയ്ക്കുക എന്നുള്ളത് വളരെ ചെറിയ ഒരു സമയമെടുത്ത് ചെറിയ ഏതാനും വരകളിൽ കൂടി വളരെ വലിയ ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് നമ്മൾ കാർട്ടൂൺ നമുക്ക് അറിയാം. ശ്രീ അബ്ദുൽ ഇബ്രാഹിമിനെ ഇന്നും ആലോചിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ മനസ്സിൽ വരുന്ന കാർട്ടൂൺ അടിയന്തരാവസ്ഥയെ വിമർശിച്ചിട്ടുള്ള കാർട്ടൂൺ. അദ്ദേഹത്തിന്റെ ക്ലാസിക് വർക്ക് എന്ന് പറയാവുന്നത് അത് തന്നെയായിരിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്ന കാലം മുതൽ നമുക്ക് അറിയുന്നതാണ്. അദ്ദേഹത്തെ പറ്റി എപ്പോഴും പറയുമ്പോൾ അതിനേക്കാളും മനോഹരമായ ഒരു കാർട്ടൂൺ, അതിനേക്കാളും ക്രിട്ടിക്കലായി ഒരു സിസ്റ്റത്തെ വിമർശിക്കുന്ന വേറൊരു കാർട്ടൂൺ ഉണ്ടാവാനില്ല. അത് അദ്ദേഹം അക്കാലത്തെങ്ങനെ വരച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം അടിയന്തരാവസ്ഥയെ പറ്റി വായിച്ച് കേട്ട കഥകളിലൊക്കെ അടിയന്തരാവസ്ഥയെ പറ്റി ഒരു കാര്യവും പറയാൻ പറ്റാത്തൊരു സമയമാണ്. ദേശാഭിമാനി പത്രം എഡിറ്റോറിയൽ പേജ് ബ്ലാങ്കായി രേഖപ്പെടുത്തി പല പത്രങ്ങളും അങ്ങനെ ചെയ്തു. എഴുതാൻ പറ്റില്ല. അങ്ങനത്തെ കാലത്ത് ആദ്യത്തെ 4 മാസക്കാലം കൃത്യമായ സെൻസറിങ് ഉണ്ടായിരുന്നു. അവസാനം സെൻസറിങ് അല്പം ലൂസായ സമയത്താണ് അദ്ദേഹം ഈ സെൻസറെ കാണിക്കാതെ ഇത് വരച്ചത്. അല്ലെങ്കിൽ അങ്ങനെ കാർട്ടൂൺ ഇന്നും അടിയന്തരാവസ്ഥയെ പറ്റി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഒരു കാർട്ടൂണാണ്. അതിനകത്ത് പദ്ധതി അറിയുമ്പോൾ ബാത്തബി കിടക്കുമ്പോൾ അവിടെ ജനലിന്റെ ആ വാതിലിന്റെ ഇടയിൽ കൂടി കിട്ടുന്ന ഫയൽ ഒപ്പിട്ട് കൊടുത്തിട്ട് വളരെ ക്ഷമാപണ സ്വരത്തിൽ പറയുന്നു. അതിനകത്ത് അതാണ്, ഇനി ആരെങ്കിലും കൂടുതൽ ഓർഡിനൻസുകൾ ഒപ്പിടാനുണ്ടെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വന്നോട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ അപ്പുറം ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ പറയുന്ന ജനാധിപത്യം, അതിനകത്തെ ഭരണഘടനാപരമായ അവകാശങ്ങൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് കാണാനുള്ളതിന് വേറൊന്നും വേണ്ട. കാരണം ഇന്ത്യൻ പ്രസിഡന്റ് ക്ഷമ ചോദിച്ചിരുന്ന തരത്തിലേക്കാണ് പറയുന്നത്. ഞാൻ
ഇപ്പോൾ വന്നാൽ അത് കഴിഞ്ഞ് ബാക്കി ഉൾപ്പെട്ട് തരാം. വാസ്തവത്തിൽ നമ്മുടെ പുസ്തകങ്ങളും എന്ത് ഡിജിറ്റൽ ലോകം വന്നാലും എഴുതുന്ന രേഖപ്പെടുത്തുന്ന സാധനങ്ങളുടെ അതിന്റെ ലോഞ്ചിവിറ്റി നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല. ഡിജിറ്റൽ ലോകത്തിനൊക്കെ ഡിജിറ്റൽ മേഖലയ്ക്കൊക്കെ പ്രാധാന്യമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഡിജിറ്റൽ ലോകത്ത് ഉള്ളതിനെ ഞാൻ മോശപ്പെടുത്തി അതിന്റെ സാധ്യതയെ കുറച്ച് കാണുകയല്ല. പക്ഷെ എത്ര വർഷം കഴിഞ്ഞാലും ഒരു കാലത്തുണ്ടായിരുന്ന ആ നാട്ടിലെ സാഹചര്യം മനസ്സിലാക്കാൻ ഇത്തരം ചിത്രങ്ങൾ, കാർട്ടൂണുകൾ, ലേഖനങ്ങളൊക്കെ വളരെ സഹായിക്കും. നമ്മുടെ ഇതുപോലുള്ള വിമർശനങ്ങളിൽ എനിക്ക് അടുത്ത കാലത്ത് വന്നതിൽ എടുത്തു പറയാവുന്ന ധാരാളം കാർട്ടൂണുകൾ ഉണ്ടെങ്കിലും സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് ബാബറി മസ്ജിദ് സംബന്ധിച്ച് വളരെ വിവാദമായ വിധി വന്ന സമയത്ത് ഹിന്ദു പത്രത്തിൽ വന്നൊരു കാർട്ടൂണാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ സമയത്ത് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രിറ്റിസിസം എന്ന് പറയാവുന്ന തരത്തിലേക്ക് നിൽക്കുന്നത്. ഒരു കോടതി മുറിയാണ്. സാക്ഷിയുടെ കൂട്ടിൽ നിൽക്കുന്നത് കാട്ടുമൃഗങ്ങളാണ്. ആന, കുരങ്ങ്, പിന്നെ കഴുത, കുതിര, പുലി ഒക്കെ നിൽക്കുകയാണ്. ജഡ്ജിയുടെ മുന്നിൽ വക്കീല് വാദിക്കുകയാണ്. സർ, യുവർ ഓണർ, ദേ ആർ ക്ലെയിമിംഗ് ദാറ്റ് ദേ വർ ഹിയർ മച്ച് ബിഫോർ. ആ ഭൂമിയുടെ ബാബറി മസ്ജിദിന്റെ ചരിത്രത്തിലേക്ക് പോയി നോക്കുമ്പോൾ ഇതിനേക്കാളും നല്ല ഒരു ക്രിറ്റിസിസം വരാനില്ല. സെക്ടർ അല്ല അത്, പൊളിറ്റിക്കൽ ക്രിറ്റിസിസം. അവർക്ക് ഇത്രയും മുമ്പേ ഉണ്ടായിരുന്ന ഇവർക്കുള്ള അവകാശത്തിനേക്കാളും പിന്നീട് വന്ന ഈ അവകാശങ്ങൾക്കൊന്നും അവകാശം കിട്ടുമെന്ന് പറയുന്നതിനപ്പുറം ഒരു സാംസ്കാരിക പ്രവർത്തകനെ, ഒരു ലേഖകനെ, ഒരു ചരിത്രകാരന് ഒന്നും ഇതിനപ്പുറം ഒന്നും പറയാൻ പറ്റില്ല. ആ ഒറ്റ കാട്ടിന് മതി എത്ര വർഷം കഴിഞ്ഞാലും എന്താണ് ഇതിനകത്ത് ഇത്തരം സംഭവങ്ങളോട് എടുക്കേണ്ട പൊതുവായ ഒരു സമീപനം അല്ലെങ്കിൽ എന്തായാലും എടുത്തത് മനസ്സിലാക്കാം. ഇതുപോലുള്ള കാർട്ടൂണുകൾ പ്രധാനമാണ്. അവിടെയാണ് ഇവിടെ പറഞ്ഞ കാർട്ടൂണിസ്റ്റുകളുടെ പ്രത്യേകത. കാർട്ടൂൺ എക്സിബിഷന്റെ കാര്യം, തീർച്ചയായിട്ടും ആ കാർട്ടൂൺ എക്സിബിഷന്റെ കാര്യം പറഞ്ഞത് വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് സഹായിക്കാൻ പറ്റുക എന്നത് ഗവൺമെന്റ് തീർച്ചയായും പരിശോധിക്കാം. കാരണം ഇപ്പൊ കാർട്ടൂൺ അക്കാദമി ഉണ്ട്. അക്കാദമിക്ക് നമ്മളൊരു സഹായം കൊടുക്കുന്നുണ്ട്. ഇടക്കാലത്ത് അതില്ലായിരുന്നു. ഞാനിപ്പോ ചുമതലയേറ്റതിന് ശേഷം വീണ്ടും അത് നൽകുന്നുണ്ട് അവർക്കുള്ള സഹായം. പക്ഷെ ഇത്തരം കാര്യങ്ങളെയും ഇത്തരം ഗ്രന്ഥങ്ങളെയും ആകെ എല്ലാ കാര്യങ്ങളും നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും സെലക്ടഡ് ആയിട്ടുള്ള ഇതേപോലുള്ള ലോകമാകെ അറിയാവുന്ന നമ്മുടെ വിവിധ മേഖലയിലാണ് അവരുടെ ചിത്രങ്ങളായാലും അവരുടെ കാർട്ടൂണുകളായാലും അവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥകാരന്മാരെ സംബന്ധിച്ച് പുസ്തകങ്ങൾ അടിച്ചു വരുന്നതാണ്. കാർട്ടൂണുകൾ അങ്ങനെ കളക്ഷൻ സാധാരണ സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണ് പ്രത്യേകത. ചില നേതാക്കന്മാരുടെ കേന്ദ്രീകരിച്ചൊക്കെ ഉണ്ട്. ഇപ്പം കെ നായനാരെ പറ്റി വരച്ച കാർട്ടൂണുകളുടെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആ പർട്ടിക്കുലർ സംഭവം ആ നേതാവിനെ സംബന്ധിച്ച് വരച്ചേ. പക്ഷെ ഒരു 30 വർഷക്കാലത്തെ ഇന്ത്യയിലെ അല്ലെങ്കിൽ 50 വർഷക്കാലത്തെ ഇന്ത്യയിലെ അന്നത്തെ സ്ഥിതി, അന്ന് ചെറുപ്പത്തേന്റെയും അല്ലെങ്കിൽ ലോക യുദ്ധം നടക്കുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വിൻസ്റ്റൺ ചർച്ചിലിന്റെയും ഇവരുടെ ഒക്കെ കാർട്ടൂണുകളെ പറ്റി ആ കാർട്ടൂൺ നോക്കി അന്നത്തെ ലോക രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാവും എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാർട്ടൂണുകൾ ആ സമയത്തുണ്ടായിരുന്ന 10, 30, 50 വർഷക്കാലത്തെ സെലക്ടറായിട്ടുള്ള കാർട്ടൂൺ എടുത്താൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, ലോകത്തെ രാഷ്ട്രീയ സ്ഥിതി, സാമ്പത്തിക സ്ഥിതി ഒക്കെ വ്യക്തമാകുന്ന കാര്യങ്ങൾ വരാൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബന്ധപ്പെട്ട ഏജൻസികൾ അല്ലെങ്കിൽ ബാക്കി എവിടുന്നാണ് അത് ഏത് ഏജൻസി എങ്ങനെയാണെന്നുള്ളത് അതിനകത്ത് തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാവും. അതൊന്നും സാമ്പത്തിക ബുദ്ധിമുട്ട് തടസ്സമാവില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കാര്യം പറയുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, യഥാർത്ഥത്തിൽ കേരളത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചെലവൊന്നും ഇല്ലാതിരിക്കില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് തന്നുകൊണ്ടിരുന്ന പണത്തിന്റെ നേരെ പകുതി ഇപ്പൊ കിട്ടുന്നുള്ളൂ. ടാക്സ് എന്ന നിലയിൽ നമുക്ക് കിട്ടുന്നു. എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ അതില്ലാന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. കണക്ക് പറഞ്ഞ് സംഘടിക്കാൻ ഒന്നാം പിണറായി സർക്കാർ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്ത് ഗവൺമെന്റാണ്. കാരണം അന്ന് ധാരാളം ചെലവുകൾ കോവിഡ് പോലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും കിറ്റ് കൊടുക്കുക, മരുന്ന് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്നു. അന്നാണ് ഏറ്റവും കൂടുതൽ ചെലവാക്കേണ്ടി വന്നത്. അന്ന് 5 വർഷക്കാലത്ത് ആകെ ചെലവെടുത്തിട്ട് അതിന്റെ ശരാശരി എടുത്താൽ ഒരു വർഷം സംസ്ഥാന ഗവൺമെന്റ് ചെലവാക്കിയത് 1,17,000 കോടിയാണ്. അതിനുശേഷം ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് കിട്ടിയിരുന്ന ഈ GST സമ്പ്രദായം അങ്ങനെ കാര്യങ്ങളൊന്നും അറിയാം. GST വന്നതുകൊണ്ട് നമ്മുടെ ടാക്സേഷൻ റൈറ്റ്സ് പോയി. ഇപ്പൊ ടാക്സിന്റെ കാര്യത്തിൽ ഉള്ള നഷ്ടം വന്നതിന് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം തന്നിട്ടുണ്ട്, നഷ്ടപരിഹാരം തന്നിട്ടുണ്ട്. കാരണം നമുക്ക് കിട്ടുമായിരുന്ന തുക എത്രയാണോ കാൽക്കുലേഷൻ ഉണ്ട്. 5 വർഷക്കാലത്തേക്ക് അത് ഒരു വർഷം 12,000 കോടി നമുക്ക് കിട്ടുമായിരുന്നു. കോവിഡ് ആയതുകൊണ്ട്
നമുക്ക് ആ സമയത്ത് കൂടുതൽ ബോറോ ചെയ്യാൻ വേണ്ടി അവകാശം തന്നു. നമുക്ക് 5% വരെ അനുവാദം തന്നു. 1% എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 13,000 കോടി വരും. ഇപ്പൊ അത് 3% ഉള്ളൂ. അപ്പം ആ കുറവ്. പിന്നീട് കിഫ്ബി നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. അപ്പൊ അതനുസരിച്ചിട്ട് ഒരു ഇൻഡിപെൻഡന്റ് കമ്പനി പോലെ നമുക്ക് കണ്ടാൽ പോകും. അതെടുക്കുന്ന പണം അത് തന്നെ തിരിച്ചടക്കും. ഗവൺമെന്റിന്റെ സപ്പോർട്ടൊക്കെ തിരിച്ചടക്കും. പക്ഷെ അത് നമ്മുടെ ബഡ്ജറ്റിന്റെ എക്സ്പെൻസിനകത്തേക്ക് കൊണ്ടുവരുന്നതിനകത്തേക്ക് അത് ബോറോയിങ്ങിനകത്ത് കൊടുക്കും. അത് ഒരു വർഷം ഏകദേശം 12,000 കോടിയാണ് ഇപ്പോൾ പ്രസന്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബോറോയിങ്ങിന്റെയും മറ്റ് എക്സ്പെൻസ് നമ്മുടെ റവന്യൂ പോകും. ഇത്രയും കട്ടിങ് വന്നു. ഈ കട്ടിങ് വന്നു. ഇതിനൊപ്പം വന്ന മറ്റൊരു കാര്യം, സെൻട്രൽ ഗവൺമെന്റ് അവരാകെ താഴോട്ട് കൊടുക്കുന്ന ടാക്സിനെ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്കെല്ലാം പരാതിയുണ്ട്. നമ്മളിവിടുന്ന് പിരിക്കുന്നതും കൂടി അങ്ങോട്ട് പോയിട്ട് അവിടെ ഇങ്ങോട്ട് തരികയാണ് ചെയ്തത്. കാരണം ഒരു ചായ കുടിച്ചാൽ അതിനകത്ത് 1 രൂപ ടാക്സ് കൊടുത്താൽ 50 പൈസ സംസ്ഥാന ഗവൺമെന്റിനും 50 പൈസ കേന്ദ്ര ഗവൺമെന്റിനും കൊടുക്കുന്നത്. സെൽ ടാക്സ് ആയിരുന്നപ്പം 1 രൂപ കിട്ടിയാൽ മുഴുവൻ നമുക്കത്. അപ്പൊ ഇങ്ങനെ ടാക്സിന്റെ കാര്യത്തിൽ കുറെ വ്യത്യാസം വന്നതിന്റെ കൂടി ഒരേ നമുക്ക് നിൽക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ കയ്യിൽ കിട്ടുന്ന പണം താഴോട്ട് ഡെവല്യൂഷൻ കൊടുക്കും. അത് നേരത്തെ 14ാം ധനകാര്യ കമ്മീഷൻ വരെ കൊടുത്തുകൊണ്ടിരുന്ന പണം 1 രൂപ താഴോട്ട് കൊടുക്കുമ്പോൾ 2.5 രൂപ, 100 രൂപ താഴോട്ട് കൊടുക്കുമ്പോൾ 2.5 രൂപ കേരളത്തിൽ തരും. അതിനു മുമ്പ് 10ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് 100 രൂപ കേന്ദ്രം താഴോട്ട് കൊടുക്കുമ്പോൾ 3 രൂപ 80 പൈസ കേരളത്തിൽ കിട്ടുമായിരുന്നു. അത് കുറഞ്ഞു കുറഞ്ഞു. ഇപ്പൊ കിട്ടുന്നത് 1 രൂപ 90 പൈസ. തൊട്ട് മുമ്പത്തേക്കാളും നമുക്കറിയാം 1 രൂപ 90 പൈസ പൈസയും കണക്കൂട്ടാൻ മനസ്സിലാവില്ല. 1 രൂപ 90 പൈസ എന്ന് പറഞ്ഞാൽ ഈ വർഷം കിട്ടുന്ന 24,000 കോടിയാണ്. 8,000 കോടി കൂടെ കിട്ടിയതിന് തൊട്ട് മുമ്പത്തെ ധനകാര്യ കമ്മീഷന്റെ കണക്കാക്കി. അപ്പൊ ഇത്രയും കുറവ് വന്നു. എന്നിട്ടും ഞാൻ നേരത്തെ 1,17,000 കോടിയായിരുന്നു 1ാം പിണറായി സർക്കാരിന്റെ സമയത്ത് ചെലവാക്കിയിട്ടുള്ളത്. ഇപ്പോ 1,60,000 കോടി ചെലവാക്കുന്നുണ്ട്. 43,000 കോടി ഈ പരിമിതിക്ക് എല്ലാ മക്കൾക്കും നിന്ന് അധികം ചെലവാക്കണം. റിസോഴ്സസ് ഒക്കെ കണ്ടെത്തിക്കൊണ്ടാണ് ചെലവാക്കുന്നത്. അപ്പൊ ഏകദേശം 40-45% അധികം ചെലവാക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് പ്രശ്നം? നമ്മള് ഇന്ത്യയില് ശമ്പള പരിഷ്കരണം കൊടുത്തിട്ടുള്ളത് ഈ സമയത്ത് കേരള ഗവൺമെന്റേ ഉള്ളൂ. മറ്റ് സാമൂഹ്യ പെൻഷൻ അതിന്റെ ചില വിവാദങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. മേടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ചില പരാതികൾ 62 ലക്ഷം പേരാണ്. അതിനകത്ത് കുറെ പേര് തെറ്റായി മേടിക്കുന്നവരുണ്ടാവും. എന്നാലും മഹാഭൂരിപക്ഷത്തിനും അത് ആ ക്ഷേമ പെൻഷൻ അത് തന്നെ രാഷ്ട്രീയം പറയുകയല്ല. എന്നാൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് 5 വർഷം കാലം കൊണ്ട് 9,000 കോടിയെ കൊടുത്ത്, 1ാം പിണറായി സർക്കാരിന്റെ 5 വർഷം കാലം കൊണ്ട് 35,000 കോടിയെ കൊടുത്ത്, ഈ സർക്കാരിന് 3 വർഷം കൊണ്ട് 33,000 കോടി കൊടുത്തു. ഈ ബാധ്യതകളെല്ലാം ഏറ്റെടുക്കുമ്പോൾ ഞാൻ പുതിയ പറഞ്ഞല്ലേ, പണമില്ലാത്തതിന്റെ പേര് തരത്തിലൊന്നും പറയണ്ട. ഇതുപോലുള്ള കാര്യത്തിലൊക്കെ പണം എത്തി. അബുഅബ്രാമിനെ പോലെയും അതുപോലെ സാംസ്കാരിക രംഗത്ത് വളരെ സജീവമായി നിന്നിരുന്ന ആളുകളെ എല്ലാം സംബന്ധിച്ച് അവരുടെ ഗ്രന്ഥങ്ങളൊന്നും അവരുടെ കപ്പുകളൊന്നും ഉള്ളതല്ല പ്രശ്നം. ഇത് അവര് വരച്ചു മാത്രമല്ല, അന്ന് കേരളത്തിൽ ഇന്ത്യയിൽ അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മുടെ അടുത്ത തലമുറ അറിയണമെങ്കിൽ ഇത്തരം ഗ്രന്ഥങ്ങൾ വേണ്ടേ, ഇതിനുള്ള എക്സ്പ്രഷൻ വേണ്ടേ, അതിനുള്ള സ്പേസ് വേണ്ടേ. അപ്പൊ അന്നങ്ങനെ വരയ്ക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് ശങ്കറും അബുഅബ്രാമും പിന്നീട് OV വിജയൻ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഇവരുടെ എല്ലാം തലമുറ ഇങ്ങനെ വരയ്ക്കുന്നവരാകുന്നു എന്നുള്ളത് ഇതൊരു ഫിലോസഫിക്കലായി കാണുന്നതൊക്കെ കാർട്ടൂണിസ്റ്റ് ആവാൻ പറ്റും. കാര്യങ്ങളെ കാണുന്നത് എപ്പോഴും മാറി നിന്ന് കാണണം. ഒരാള് മറ്റൊരു കാര്യങ്ങളെ കാണുന്ന ഒരു ചെറിയ ഒരു തമാശയോടുകൂടി ഏത് കാര്യത്തെ കണ്ടാൽ വളരെ വളരെ കൃത്യമായിട്ട് ആ കാര്യത്തെ വിലയിരുത്താൻ പറ്റും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, വന്യമൃഗങ്ങൾക്ക് ഇവിടെ അവകാശം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ ഈ തമ്മിലടിയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇവിടെ എത്രയെത്ര എന്തിനു വേണ്ടി ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ആ ചരിത്രത്തിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പ്രശ്നം. അപ്പൊ അങ്ങനെ കാണണമെങ്കിൽ ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വലിയ കളക്ഷനാണ് ഇവരുടെ എല്ലാം കയ്യിലുള്ളത്. ഇവരുടെ എല്ലാം അത് ഇവരെല്ലാം നമ്മുടെ ഇതിനകത്ത് പറയുന്നത് 5 അന്തർദേശീയ തലത്തിൽ ഏറ്റവും പ്രശസ്തരായ കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നതിൽ 3 പേര് മകേന്ദ്രപാണ്ഡെയും ലക്ഷ്മണും ഉണ്ട്. കൂടാതെ ബാക്കി 3 പേരും മലയാളികളാണ്. അപ്പൊ കാർട്ടൂണിസ്റ്റുകളുടെ ശൈലി കാർട്ടൂൺ എനിക്കാണെങ്കിൽ ഈ മാവേലിക്കരയിൽ നിന്നാണ് അതുപോലെ കായംകുളത്താണ് ശങ്കർ. അപ്പൊ ഇവരുടെ എല്ലാം ആ ഏരിയയിൽ ഓണാട്ടുകരയിൽ അല്പം തമാശ കൂടുതലുള്ള ക്രിറ്റിസിസം കൂടുതലുള്ള സ്ഥലമാണ്. ഓണാട്ടുകാരൊക്കെ അങ്ങനെ പ്രത്യേകത കാര്യങ്ങളെ പറ്റി വളരെ തമാശ കാണുന്ന ഒരു സമയമാണ്. കേരളീയനാണ് ഏറ്റവും കൂടുതൽ തമാശ പറയുന്ന ആളുകളുമുണ്ട്. ഇപ്പോ മാധ്യമങ്ങൾക്ക് തന്നെ ഫുൾ ടൈം കാർട്ടൂണിസ്റ്റുകളെ വെക്കുന്ന സ്വഭാവം ഇല്ല എന്നൊരു അവസ്ഥയും കൂടി വരുന്നുണ്ട്. സത്യത്തിൽ നോക്കിയോ, പലതുപോലെ ഒരു ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടെ ഒരു കാർട്ടൂണിന്റെ കാര്യത്തിനകത്ത് വളരെ സീനിയർ എഡിറ്റോറിയൽ സ്റ്റാഫിലെ ഏറ്റവും സീനിയറായ ഒരാളെന്ന നിലയിൽ
ഇന്ത്യയിലെ പ്രമുഖമായ പത്രങ്ങൾ വെക്കുന്ന പോലെ ഇപ്പൊ വെക്കുന്നുണ്ടോ? ഇല്ല. മലയാളത്തിലും ഇല്ല. ഇപ്പൊ കാർട്ടൂണിനോട് ജനങ്ങൾക്ക് താല്പര്യം കുറഞ്ഞതാണോ? അത് ഇപ്പൊ കാർട്ടൂൺ എന്ന നിലയിലേക്ക് വളരെ ശക്തമായ വിമർശനം വെക്കുന്ന ആ വിമർശനം ഒരിക്കലും വ്യക്തിപരമല്ല. പക്ഷെ നമുക്ക് പലപ്പോഴും പത്രപ്രവർത്തനത്തിലെ രീതികൾ പലപ്പോഴും വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്നത് പോലെ, വല്ലാതെ ഹർട്ട് ചെയ്യുന്നത് പോലെയുള്ള തമാശ പരിപാടി ആയാലും അല്ലാതുള്ള കാര്യങ്ങളും വലിയ തോതിൽ വ്യക്തിപരമായി ഹർട്ട് ചെയ്ത് ഒരിക്കലും ഇനി അയാൾ എണ്ണിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരാം. പക്ഷെ കാർട്ടൂണിസ്റ്റ് അങ്ങനെയല്ല. ജവഹർലാൽ നെഹ്റുവിന് എന്നെപ്പറ്റി എന്താണ് ശങ്കർ നിങ്ങളിപ്പോൾ വരയ്ക്കാത്തത് എന്ന് ചോദിക്കുന്ന മാനസികാവസ്ഥ അദ്ദേഹത്തിനും തിരിച്ചു കാർട്ടൂണിസ്റ്റിനോട്. ഞാൻ എന്നും കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് അബു ഇബ്രഹാം പറഞ്ഞതെന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ എന്നും കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ കോൺഗ്രസിന്റെ നേതാവായ ഇന്ദിരാഗാന്ധിയെ പറ്റി ഏറ്റവും ശക്തമായ കാർട്ടൂണുകൾ വരയ്ക്കാൻ അതേസമയം അബു ഇബ്രഹാമിന് കഴിഞ്ഞിരുന്നു. അതേ അബു ഇബ്രഹാമിനെ സ്നേഹത്തോടെ കാണാനും പെരുമാറാനും അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അവിടുന്ന് പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാർട്ടൂൺ വരയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാവും. ആ ഒരു തരത്തിലേക്ക് നമ്മുടെ എല്ലാം സഹനശക്തിയും പോകുന്നുണ്ട് എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ കാർട്ടൂൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകളുടെ മനസ്സിലുള്ള ആ വികാരം പുറത്തേക്ക് വരുന്ന ഒരു പ്രഷർ കുക്കർ എന്ന നിലയിൽ തന്നെ ആ വരയ്ക്കുന്ന ആൾക്കും അങ്ങനെ തന്നെയായിരിക്കും, വായിക്കുന്ന ആൾക്കും അങ്ങനെ തന്നെയായിരിക്കും. അത്രയും വലിയ ഒരു മേഖലയിൽ നാടിനെ ആകെ വളരെ അഭിമാനകരമായ തരത്തിൽ തന്നെ ഈ കേരളീയർ എന്ന നിലയിൽ പുറത്തുപോയി വരച്ച് അത് ഇംഗ്ലണ്ടിലായാലും പുറത്ത് മറ്റു രാജ്യങ്ങളിലായാലും ഒക്കെ പേരും പ്രശസ്തിയും ഒക്കെ എത്തിച്ച് അദ്ദേഹത്തിനെ ഓർക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ചരിത്രത്തിന്റെ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സന്തോഷകരമായ ഒരു അനുഭവത്തിന്റെ ഭാഗമാണ്. അവിടെ ഈ പുസ്തകത്തിനകത്ത് പല മേഖലയിലും പ്രഗത്ഭരായ ആളുകൾ ആ ലേഖനങ്ങളിൽ കൂടി അതിനെപ്പറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ മാത്രമല്ല, ഇതേപോലെയുള്ള സംഘടനകൾക്ക് വളരെ വലിയ പങ്കുണ്ട്. ആ കാര്യത്തിനകത്ത് വളരെ പിന്തുണയ്ക്കുന്ന, ആ കാര്യത്തിന് എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിൽക്കുന്ന പ്രവർത്തനമാണ് ഗവൺമെന്റിന്റെ ഉണ്ടാവുക എന്നുള്ള 100% ഉറപ്പാണ്. പ്രശസ്തനായ ചിത്രകാരൻ ശില്പി ശ്രീ രാമേന്ദ്രൻ ഈ അടുത്തിടയ്ക്കാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ തീരെ വയ്യാതായതിനു ശേഷമാണ് അടുത്ത കാലത്ത് പോയി കാണാൻ അവസരം കിട്ടിയിരുന്നത്. അദ്ദേഹം 6 മാസം അദ്ദേഹവും ഇതുപോലെയാണ്. വളരെ എല്ലാത്തിലും അദ്ദേഹത്തിന്റെ മുഖം ഉണ്ടാവുമല്ലോ. അതെന്താ ഇങ്ങനെ? ഐ തിങ്ക് ഐ ആം മോസ്റ്റ് ഹാൻസം. അദ്ദേഹം പറഞ്ഞതാണ്. ഈ അദ്ദേഹത്തിന്റെ ഭാര്യ ജപ്പാനാണ്, ജപ്പാൻ അവിടുന്ന് അവർ പഠിക്കുന്ന കാലത്ത് പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ആ ശില്പങ്ങള്, അതിനകത്തെ ആശയങ്ങള്, അതിപ്പം കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രി തന്നെയാണ് അത്. അദ്ദേഹത്തിന്റെ നേരത്തെ അദ്ദേഹം കണ്ടിരുന്നു. ഇപ്പം അദ്ദേഹം വാങ്ങി അതിവിടെ പ്രദർശിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. കാരണം മഹത്തായ ഒരു പൈതൃകം എന്ന നിലയിൽ കേരളീയന്റെ ഒരു വലിയ പൈതൃകത്തിന്റെ ഭാഗം തന്നെയാണ് ശ്രീ അബു ഇബ്രഹാമിനെ പോലുള്ള ആളുകളുടെ വരകൾ, എഴുത്ത്. അതൊക്കെ കൂടുതൽ മുന്നിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമം ഇവിടെ നടത്തിയ ഈ ശ്രമത്തിന് എന്റെ ആശംസകൾ നേരുന്നു. കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ ആശംസകളും.